ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി ഐറ്റം കണ്ടാലോ? നമുക്ക് മാങ്ങ കൊണ്ട് പുളിഞ്ചി രൂപത്തിലൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ? ഇത് നമ്മുടെ യൂട്യൂബിലെ ഷെഫ് ബൈ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മാങ്ങ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി ഇത് നാലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. തിളച്ച് വന്ന ശർക്കരപ്പാനിയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയുടെ ആ മിക്സ് ചേർത്തൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഉലുവ, അതുപോലെ കടുക് ഇവ രണ്ടും ഇട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വന്നതിന് ശേഷം നമ്മളതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇനി നമുക്കതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ താളിച്ച ഇഞ്ചി വെളുത്തുള്ളി മിക്സ് ഇനി നമുക്ക് നമ്മുടെ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കാം. ഇതിൽ ശർക്കര ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കേട് വരത്തൊന്നുമില്ല. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. ഇനി ഇതൊന്ന് വറ്റിയൊരു കുഴമ്പ് രൂപത്തിലായി വരണം. എന്ന് വെച്ച് നമ്മുടെ മാങ്ങ ഒരിക്കലും വെന്ത് പോവാതെ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം കേട്ടോ. ഇതിന് നമുക്ക് പച്ചമാങ്ങ, പഴുത്ത മാങ്ങ ഏത് മാങ്ങയായാലും കുഴപ്പമില്ല കേട്ടോ. രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്ത് വെക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. കുട്ടികൾക്ക് പോലും നല്ല ഇഷ്ടമായി. ആ ഉപ്പും പുളിയും എരിവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.